വാ അച്ഛാ, വാ. വാനിലേ കനകനിലാവിലേ താരമേ തിരിയിട് മണ്ണിലേ മുകിലേറുമീ മാനത്തെ കൊട്ടാരത്തിൻ ചുവരാകവേ ചായം തൂകാം വീടാകെ വീശുന്നീറൻ കാറ്റിൽ ചായുന്നു സ്നേഹത്തുമ്പിക്കൂട്ടം ചോരാതെ ചേരുന്നോരോ നേരം കൂടാതെ താനേ തേനൂറുന്നേ വാനിലേ മാധവ അമ്മേ മാധവ അമ്മേ മാധവ നീ എവിടെയായിരുന്നു? വിഷമിപ്പിച്ച് കളഞ്ഞുള്ള നീ ഞങ്ങള്. അമ്മേ ഒന്നും പറയാതെ വിളിച്ചിറക്കാതെ എങ്ങോട്ടാ പോയത്? മോളെ, അച്ഛനെ അച്ഛമ്മയും കണ്ടില്ലേ? അച്ഛാ വാനിലേ കനകനിലാവിലേ താരമേ തിരിയിട് മണ്ണിലേ മുകിലേറുമീ മാനത്തെ കൊട്ടാരത്തിൻ ചുവരാകവേ ചായം തൂകാം വീടാകെ വീശുന്നീറൻ കാറ്റിൽ ചായുന്നു സ്നേഹത്തുമ്പിക്കൂട്ടം. ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് അച്ഛനും അമ്മ എവിടെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. ഒക്കെ വിശദമായിട്ട് പറയാം. എല്ലാരും വാ. വാ. അച്ഛൻ എന്തിനാ ആനന്ദാശ്രമത്തിൽ പോവാണെന്ന് എഴുതി വെച്ചിട്ട് പോയത്? അവിടെ വിളിച്ചപ്പോ അവിടെ ചെന്നിട്ടില്ല. അതല്ലേ ആകെ പ്രശ്നമായത്. അല്ലെങ്കിൽ തന്നെ എങ്ങനെയൊക്കെ ഊരാക്കുടുക്കുകൾ ഉണ്ടാക്കാന്നാ ഇവിടെയുള്ളവരുടെ ചിന്ത. കുരുക്കഴിക്കാൻ വന്ന ഒരാളെ കണ്ടില്ലേ? എടെ സ്വന്തം തന്തയും തള്ളയും കാണാതായിട്ട് ഒന്ന് തിരക്കി ഇറങ്ങാൻ പോലും മനസ്സ് കാണിക്കാത്തവനാ നിന്ന് ന്യായം പറയുന്നത്. തന്തേം തള്ളേൻ കളിപ്പാട്ടൊന്നുമല്ലല്ലോ കാണാതാവാൻ. വയസ്സായാലും മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പഠിക്കണം. ഇതൊക്കെ ആരോട് പറയാനാ? ഉലകം ചുറ്റി നടക്കല്ലേ ഇവർക്ക് വേണ്ടത്.
അങ്ങനെ ചോദിച്ചു തന്നെ എനിക്ക് അറിയാനുള്ളത്. അച്ഛൻ ആനന്ദാശ്രമത്തിൽ പോകുന്നു പറഞ്ഞിട്ട് എന്താ അവിടെ പോകാതിരുന്നത്? പറയുന്നത് പോലെ ചെയ്ത് ശീലമില്ലല്ലോ. മോനെ അത് പിന്നെ റെയിൽവേ ട്രാക്കിൽ ഡെഡ് ബോഡി തിരിച്ചറിയാൻ പോയപ്പോൾ പാവം വന്ദനെ ആകെ തളർന്നുപോയി. ആ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു നിമിഷം ഈ ലോകം തന്നെ ഇടിഞ്ഞു താഴ്ന്നത് പോലെ എനിക്ക് തോന്നി. അല്ല അച്ഛാ, എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. വന്ദനേച്ചി പറഞ്ഞു അച്ഛന്റെ ID കാർഡ് മൃതദേഹത്തിന് അരികിൽ നിന്ന് കിട്ടിയെന്ന്. അത് പറയാം. ട്രെയിൻ യാത്രക്കിടയിൽ മറ്റൊരാളുടെ ബാഗുമായിട്ട് ഞങ്ങളുടെ ബാഗ് പരസ്പരം മാറിപ്പോയി. അങ്ങനെയാ ID കാർഡ് നഷ്ടപ്പെട്ടത്. അപ്പോ മരിച്ചത് അവരായിരിക്കുമല്ലേ? അതെ, അതിനാണ് സാധ്യത. എന്തായാലും അച്ഛനും അമ്മയും കാണിച്ചത് ഒട്ടും ശരിയായില്ല. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? പാവം ദിയമോള് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് നടക്കുകയായിരുന്നു ഇവിടെ. നോക്കിക്കോ, ദിയമ്മള് സ്കൂളിൽ നിന്ന് രമ്യ ടീച്ചറിന്റെ ചൂരലെടുത്തിട്ട് വരും. ഇനി പറയാതെ പോയാ അച്ഛന്റെയും അച്ഛമ്മേരെയും ചന്തി അടിച്ചു പൊട്ടിക്കും. ഇത് തന്നെയാ മോളെ അതിനുള്ള മരുന്ന്. ഞങ്ങള് കാരണം എല്ലാരും സങ്കടപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദിയമോളോട്. ഇപ്പോഴത്തേക്ക് ദിയമ്മോള് ക്ഷമിച്ചിരിക്കുന്നു. മക്കളൊക്കെ ഒരുപാട് വിഷമിച്ചു, നാണക്കേടായി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചോ? അതിനിടയിൽ ആ പേഴ്സ് നഷ്ടപ്പെട്ടതാ കാര്യങ്ങളാകെ വഷളാക്കിയത്. പാവം എന്റെ വന്ദനമോള്. ട്രെയിനിന്റെ മുന്നിൽ ചാടി മരിച്ചവരെ തിരിച്ചറിയാൻ പോലീസുകാർ പറയുമ്പോഴുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രോ, ID കാർഡും പോലീസുകാർ കാണിച്ചു അത്രേ. എല്ലാം മാധവേട്ടൻ പറഞ്ഞിട്ടാ. മാധവേട്ടൻ പറയാനും ഞാനിങ്ങോട്ട് അനുസരിക്കാൻ. എല്ലാത്തിനും ഉപദേശം തരുന്ന നിനക്ക് വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? അതും ശരിയാ. ഇതിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ടെത്തിയതും ഇല്ലെന്ന് പറഞ്ഞതുപോലെയായി. ആനന്ദാശ്രമത്തിൽ പോകുന്നു എന്ന് എഴുതി വെച്ചിട്ട് ഇറങ്ങുകയും ചെയ്തു, ആനന്ദാശ്രമത്തിന്റെ പരിസരത്ത് പോലും എത്തിയതും ഇല്ല. നമ്മൾ കാരണം പിള്ളേരും ബുദ്ധിമുട്ടി. പണിയെല്ലാം പറ്റിച്ചിട്ട് രണ്ടുപേരും ഇവിടെ വന്നിരിക്കല്ലേ? മോളെ വേണ്ട, എന്നെ ഒരു മോളിൽ നിന്നും വിളിക്കണ്ട. വയസ്സാലത്ത് എന്താ കാണിച്ചത്? രണ്ടാളും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. ആരെങ്കിലും പിടിച്ചോണ്ട് വരുന്നെങ്കിലോ?
പിള്ളേരെ പിടുത്തക്കാരാ. അവര് പിടിച്ചോണ്ട് പോയിട്ട് കണ്ണൂത്തി പൊട്ടിച്ചിട്ട് കിളവിനെ പിച്ചടിപ്പിച്ചേനെ. അവരെ വലിയ ചാക്കുകളുമായിട്ടാ നടക്കുന്നത്. രണ്ടുപേരും ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്നോട് ഇനി രണ്ടുപേരും മിണ്ടണ്ട. അഹങ്കാരം കാണിക്കുന്നത് ദിയമ്മൾക്ക് ഇഷ്ടമല്ല. അല്ല ചന്ദ്രു, നിനക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? പേഴ്സ് കളഞ്ഞു പോയതുകൊണ്ട് വാങ്ങിച്ചു തരാൻ പറ്റിയില്ല. വാ, നമുക്ക് പോയി ഐസ്ക്രീം കഴിച്ചിട്ട് വരാം. ഞാനും വരുന്നു. എങ്ങോട്ട്? ദിയമോള് പിണക്കമല്ലേ? അല്ല, പിണക്കമൊക്കെ തീർന്നു. വാ, നമുക്ക് ഐസ്ക്രീം കുടിക്കാൻ പോവാം. ഓ, ഐസ്ക്രീം എന്ന് കേട്ടപ്പോ അവളുടെ പിണക്കം മാറിയത് കണ്ടില്ലേ? ഇടുക്കി. ഹരിതേ, നിനക്കെന്താ ഒരു താല്പര്യമില്ലാത്ത മട്ട്? മൂടിക്കെട്ടിയ മുഖമായിട്ടാണോ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? കുറച്ച് പ്രസന്നതയൊക്കെ വേണ്ടേ? നമ്മളെന്തിനാ ഇപ്പൊ ക്ഷേത്രത്തിൽ വന്നത്? അത് നല്ല ചോദ്യം. എന്തിനാ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? പ്രാർത്ഥിക്കാൻ. ഉള്ളുരുകി വിളിച്ച വിളി കേൾക്കുന്ന ദേവിയാ ഇവിടെ. മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ച നിന്റെ എല്ലാ വേദനകൾക്കും പരിഹാരം ഉണ്ടാവും. നിന്റെ മനസ്സ് തിരയടങ്ങാത്ത കടല് പോലെയാന്ന് എനിക്കറിയാം മോളെ. ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന്റെ മുഖം ഒന്ന് കാണാൻ പോലും ഭാഗ്യം ഉണ്ടായില്ലല്ലോ. വയറ്റി വെച്ച് തന്നെ അതിനെ വിഷം കൊടുത്ത് കലക്കി കളഞ്ഞില്ലേ ആ ഭയങ്കരി. ആ കുഞ്ഞിനെ നീ പ്രസവിച്ചിരുന്നെങ്കിൽ ഇപ്പൊ താഴ്ന്ന് വീണ് എഴുതുന്ന പ്രായമായേനെ. വീട്ടിലെല്ലാവർക്കും ഉത്സവമായിരുന്നേനെ. പ്രത്യേകിച്ചും ഒരു കുഞ്ഞിനെ പെറ്റു വളർത്താൻ യോഗമില്ലാത്ത എനിക്ക്. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ ആ മൂദേവി. എന്നിട്ടും അവളെ ജഗന്റെ ഭാര്യയെ കെട്ടിയെടുത്തിരിക്കല്ലേ. അവൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം ഹരിതേ. പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ് മൂടിക്കെട്ടിയിരുന്നാ പോരാ. ആ കുഞ്ഞിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കുഞ്ഞും നല്ലൊരു ജീവിതവും നിനക്കുണ്ടാവണേന്ന് പ്രാർത്ഥിക്കാനാ ഈ വരവ്. നീ വാ.
എന്തൊരു പരീക്ഷണോ! എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങിപ്പോയി. മനോജ് എന്നെ പൊന്നു പോലെയാ നോക്കുന്ന. എന്റെ മോശം സമയത്ത് ഞാൻ മനോജിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി വീട് വിട്ട് ഇറങ്ങിപ്പോയി. എന്റെ വീട്ടിൽ തിരികെ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയ കഷ്ടകാലം എനിക്ക്. ദേവി, അച്ഛന്റെ മനസ്സ് മാറ്റി മനോജിനെ സ്വീകരിക്കാൻ നീ തന്നെ തുണയാവണേ. ദേവി, ഇന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മാറി മറിയണേ. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാ ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നത്. ഇന്നത്തോടെ ഹരിതയുടെ കാര്യത്തിലൊരു തീരുമാനമാകണം. വാ. എന്തായാലും ഞങ്ങളെ കുറെ നേരം മുൾമുനെ നിർത്തിയിട്ടാ നിങ്ങളുടെ തിരിച്ചുവരവ്. ഇനിയും ആ നെഞ്ചിടിപ്പ് മാറിയിട്ടില്ല. ഈ ടെൻഷനൊക്കെ മാറണമെങ്കിൽ എല്ലാരും കൂടി പുറത്തൊക്കെ പോയി കറങ്ങി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് വരണം. തീർച്ചയായിട്ടും വേണം. ടെൻഷൻ അടുപ്പിച്ചതിന്റെ പെനാൽറ്റി ആയിട്ട് അച്ഛൻ തന്നെ ചെലവ് നടത്തണം. അയ്യോ, ഞാനോ? അതിന് അച്ഛന്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ. ചെലവ് ജഗനാങ്കിൾ തന്നെ ചെയ്താ മതി. ദിയമൾക്ക് ഐസ്ക്രീം മതി. അങ്ങനെ ആയിക്കോട്ടെ. ആ, ഹലോ. ആ, പറയൂ. എന്നിട്ട് ആ, ശരി. എന്താ അളിയ, എന്താ പ്രശ്നം? എന്തു പറ്റി മോനെ? അച്ഛാ, അത് നീ എന്താണെങ്കിലും ഒന്ന് പറ മോനെ. ഇതെവിടുത്തെ ഏർപ്പാടാ? നാട്ടു നടപ്പുള്ള കാര്യമാണോ ഇത്? എന്തായാലും ഞാനും വന്ദനയും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഞാനും വരാം. വേണ്ട മോളെ, ഞങ്ങൾ പോയിട്ട് ഉടനെ വരാം. വന്ദനെ, തീയമോളും കൂടെ വരട്ടെ. അളിയനും കൂടി വാ. മോനെ, സൂക്ഷിക്കണേ. ഒന്നും വരില്ല അച്ഛാ.
അമ്മേ, പൂജാമുറിയിൽ അമ്മ വിളക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിക്കണം. ശരി മോനെ. വാ മോളെ. വാലിയ. ഈശ്വരൻ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്ത് വരുത്തല്ലേ.